നമസ്കാരം. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ മിന്നൽ വേഗത്തിൽ ആക്രമണം നടത്തുന്ന 5ാം തലമുറ യുദ്ധവിമാനം ഇന്ത്യ സ്വന്തമായി തന്നെ ഉടൻ വികസിപ്പിക്കും. ഫ്രാൻസിന്റെ സഹായത്തോടെയാണ് ഇന്ത്യയുടെ നിർണായക നീക്കം. ചൈന തങ്ങളുടെ 5ാം തലമുറ യുദ്ധവിമാനം ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാന് നൽകാനുള്ള ഒരു തീരുമാനമാണ് ചൈന ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിവരം മണത്തറിഞ്ഞതോടെ ഫ്രാൻസുമായി കൈകോർക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഇപ്പോൾ. ചൈനയുടെ ആയുധമായതുകൊണ്ട് നമുക്കൊരു ഭയവുമില്ല എങ്കിലും ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് വ്യോമശക്തി കൂടുതൽ ശക്തമാക്കാൻ ഭാരതം ഒരുങ്ങുന്നത്. പാകിസ്ഥാന്റെ കയ്യിൽ ആയുധം കിട്ടിയാൽ അവർ ഏത് സ്ഥലത്ത് പ്രയോഗിക്കുമെന്ന് ആർക്കും ഒരു ഉറപ്പില്ല. അതുകൊണ്ടാണ് എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യ സ്വന്തമായി അത്യാധുനിക വിമാനം വികസിപ്പിക്കുന്നത്. നേരത്തെ അമേരിക്കയിൽ നിന്ന് F-35 യുദ്ധവിമാനം വാങ്ങാനായിരുന്നു ലക്ഷ്യം. എന്നാൽ 5ാം തലമുറ യുദ്ധവിമാനമായ F-35 തിരുവനന്തപുരത്ത് ഗുരുതര യന്ത്ര തകരാറിൽപ്പെട്ട് 1 മാസത്തോളമായി കിടക്കുന്നത് പരിഗണിച്ചാണ് അമേരിക്കൻ വിമാനം വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അത് വാങ്ങിയിരുന്നുവെങ്കിൽ പണം നഷ്ടമാകുമായിരുന്നു. കൂടാതെ വിശ്വസിച്ച് യുദ്ധത്തിന് കൊണ്ട് പോകാനും കഴിയില്ല. ഈ വിമാനത്തിന് എഞ്ചിൻ നൽകുന്നത് ബ്രിട്ടീഷ് കമ്പനിയായ റോൾസ് റോയ്സ് ആണ്. അവരെയും ഒഴിവാക്കാനാണ് ഫ്രാൻസിന്റെ സഹായത്തോടെ ഇന്ത്യ സ്വന്തം നിലയിൽ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്നത്. റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് നൽകിയതിന് പിന്നാലെ ഫ്രാൻസുമായുള്ള ഏറ്റവും സുപ്രധാന കരാറിലാണ് ഇന്ത്യ ഇപ്പോൾ. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനിൽ ഏറ്റവും നാശം വിതച്ചത് റഫേൽ യുദ്ധവിമാനങ്ങളായിരുന്നു. ഇതിലും അതിശക്തമായ വിമാനങ്ങളാണ് ഫ്രാൻസിന്റെ സഹായത്തോടെ ഇന്ത്യ നിർമ്മിക്കുക. ഫ്രഞ്ച് എയ്റോസ്പേസ് കമ്പനി ഫ്രാൻസുമായി ചേർന്നാണ് 5ാം തലമുറ യുദ്ധവിമാന എഞ്ചിനുകൾ ഇന്ത്യ വികസിപ്പിക്കുന്നത്. 61,000 കോടി രൂപയാണ് ചെലവ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലായിരിക്കും എഞ്ചിന്റെ നിർമ്മാണം. എഞ്ചിന്റെ സാങ്കേതിക വിദ്യ കൈമാറ്റം അടക്കമാണ് പദ്ധതിയിൽ ഉള്ളത്. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പോലുള്ള ഭാവി യുദ്ധവിമാനങ്ങൾക്കുള്ള 120 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് എഞ്ചിനാണ് ഫ്രാൻസുമായി ചേർന്ന് നിർമ്മിക്കുക. നേരത്തെ യുദ്ധവിമാനത്തിനായി കാവേരി എഞ്ചിൻ ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കാൻ ഒരുങ്ങിയിരുന്നു. എന്നാൽ ചൈന പാകിസ്ഥാന് 5ാം തലമുറ യുദ്ധവിമാനം നൽകുമെന്നായതോടെ ഫ്രാൻസിന്റെ സഹായത്തോടെ വിമാന എഞ്ചിൻ വികസിപ്പിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം യുദ്ധമുറകൾ അപ്പാടെ മാറ്റുകയാണ് ഇന്ത്യ ചെയ്യുന്നത്. ഇനിയുള്ള യുദ്ധങ്ങളിൽ നിർണായകമാവുക ആകാശ യുദ്ധങ്ങളും മിസൈൽ ആക്രമണവുമാണെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഇന്ത്യ കളം മാറ്റി ചവിട്ടിയത്. 10 വർഷത്തിനുള്ളിൽ 250 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാനാണ് ഇന്ത്യയുടെ പദ്ധതി. അതിലൂടെ പാകിസ്ഥാന്റെയും ചൈനയുടെയും ഭീഷണിയെ അതിശക്തമായി പ്രതിരോധിക്കാമെന്നും ഇന്ത്യ വിലയിരുത്തുന്നുണ്ട്. മിന്നൽ വേഗത്തിൽ പാകിസ്ഥാനെ ആക്രമിച്ച റഫേലിനേക്കാൾ കരുത്തുള്ള 5ാം തലമുറ യുദ്ധവിമാനം കൈവരുന്നതോടെ ഇന്ത്യയുടെ ആക്രമണം ശക്തി മടങ്ങാകും. ആണവ യുദ്ധങ്ങൾ അടക്കം ഘടിപ്പിക്കാവുന്ന അതിശക്തമായ വിമാനങ്ങളായിരിക്കും ഇന്ത്യ ഫ്രഞ്ച് സഹകരണത്തോടെ നിർമ്മിക്കുക. വിമാനങ്ങളുടെ അതിശക്തമായ എഞ്ചിനുകൾ നിർമ്മിക്കാൻ റോൾസ് റോയ്സും പരിഗണനയിൽ ഉണ്ടായിരുന്നു. എന്നാൽ സാങ്കേതിക വിദ്യ കൈമാറ്റത്തോടെ അവർ അനുകൂലമായിരുന്നില്ല. അതേസമയം ഫ്രഞ്ച് കമ്പനിയായ സഫ്രാൻ ഭൗതിക സ്വത്തവകാശം അടക്കമാണ് സാങ്കേതിക വിദ്യ കൈമാറുന്നത്. ഇന്ത്യയുടെ തേജസ് മാർക്ക് 2 വിമാനങ്ങൾക്ക് 120 KN എഞ്ചിൻ നൽകാമെന്നും അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സ്വന്തം എഞ്ചിൻ ഇല്ലാത്തതിനാൽ യുദ്ധവിമാനങ്ങൾക്കായി ഇന്ത്യ GE അടക്കം വിദേശ കമ്പനികളുടെ എഞ്ചിനുകൾ ഇറക്കുമതി ചെയ്യുകയാണ്. യുദ്ധവിമാന നിർമ്മാണ ചെലവിന്റെ വലിയ ഭാഗം എഞ്ചിനും അനുബന്ധ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ടതാണ്. സ്വന്തമായി എഞ്ചിനുകൾ ഉണ്ടാക്കുന്നതോടെ ഇന്ത്യക്ക് പാകിസ്ഥാൻ മേൽ സമ്പൂർണ്ണ വ്യോമ ആധിപത്യം കൈവരും. ഏതൊക്കെ വിമാനങ്ങൾക്ക് ഇന്ത്യ അതിശക്തമായ 5ാം തലമുറ എഞ്ചിനുകൾ ഉപയോഗിക്കുന്നെന്ന വിവരം രഹസ്യമായിരിക്കും. ഇതോടെ മിന്നൽ വേഗത്തിൽ പാകിസ്ഥാനെ ആക്രമിക്കാൻ ഇന്ത്യക്ക് കൂടുതൽ കരുത്താവുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു.
ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.